24 പഠനഭാഗമായ പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 34. ചോദ്യം 1. അവിവേകിയുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: വ്യർത്ഥവും നിരർത്ഥകവും. ചോദ്യം 2. സ്വപ്നങ്ങൾ ചിറക് നൽകുന്നത് ആർക്ക്? ഉത്തരം: ഭോഷന്മാർക്ക്. ചോദ്യം 3. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരെ പോലെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: നിഴലിനെ പിടിക്കുന്നവനെ പോലെ. ചോദ്യം 4. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരെ പോലെയാണെന്നാണ് പ്രഭാഷകൻ രണ്ടാമതായി പറയുന്നത്? ഉത്തരം: കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെ. ചോദ്യം 5. എന്തിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം: അശുദ്ധിയിൽ നിന്ന്. ചോദ്യം 6. എന്തിൽ നിന്ന് സത്യം ഉണ്ടാകുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം: അസത്യത്തിൽ നിന്ന്. ചോദ്യം 7. ഗർഭിണിയുടെ ഭാവന പോലെ എന്തെല്ലാമാണ് മിഥ്യയായിരിക്കുന്നത്? ഉത്തരം: ശകുനം, നിമിത്തം, സ്വപ്നം. ചോദ്യം 8. എന്തിൽ നിന്നുള്ള ദർശനം അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അത്യുന്നതനിൽ നിന്നുള്ള. ചോദ്യം 9. അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്ത്? ഉത്തരം: സ്വപ്നങ്ങൾ. ചോദ്യം 10. എന്തിനെ ആശ്രയിച്ചിട്ടുള്ളവരാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഉത്തരം: സ്വപ്നങ്ങൾ. ചോദ്യം 11. അത്തരം വഞ്ചനകൾ കൂടാതെ എന്ത് നിറവേറ്റാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: നിയമം. ചോദ്യം 12. വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എന്തിൽ? ഉത്തരം: സത്യസന്ധമായ ചുണ്ടുകളിൽ. ചോദ്യം 13. ആര് വളരെ കാര്യങ്ങൾ അറിയുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: വിദ്യാസമ്പന്നൻ. ചോദ്യം 14. വിവേകത്തോടെ സംസാരിക്കുന്നത് ആര്? ഉത്തരം: അനുഭവസമ്പന്നൻ. ചോദ്യം 15. അറിവ് കുറയുന്നത് ആർക്ക്? ഉത്തരം: അനുഭവജ്ഞാനമില്ലാത്തവന്. ചോദ്യം 16. കഴിവുറ്റവനാകുന്നത് ആര്? ഉത്തരം: യാത്ര ചെയ്തിട്ടുള്ളവൻ. ചോദ്യം 17. എപ്പോൾ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: യാത്രയിൽ. ചോദ്യം 18. യാത്രയിൽ എന്തിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ. ചോദ്യം 19. താൻ പലപ്പോഴും എന്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: മാരകമായ അപകടങ്ങളിൽ. ചോദ്യം 20. മാരകമായ അപകടങ്ങളിൽ താൻ പെട്ടപ്പോഴും തന്നെ രക്ഷിച്ചത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: അനുഭവജ്ഞാനം. ചോദ്യം 21. ആരുടെ ജീവനാണ് നിലനിൽക്കുക? ഉത്തരം: ദൈവഭക്തന്റെ. ചോദ്യം 22. ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ്? ഉത്തരം: അവന്റെ രക്ഷകനിലാണ്. ചോദ്യം 23. അധീരനാവുകയില്ലാത്തത് ആര്? ഉത്തരം: കർത്താവിനെ ഭയപ്പെടുന്നവൻ. ചോദ്യം 24. കർത്താവിനെ ഭയപ്പെടുവാൻ എന്ത് പ്രകടിപ്പിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ഭീരുത്വം. ചോദ്യം 25. ആരുടെ ആത്മാവാണ് അനുഗ്രഹീതം? ഉത്തരം: ദൈവഭക്തന്റെ. ചോദ്യം 26. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: തന്റെ ആശ്രയം അവൻ അറിയുന്നു. ചോദ്യം 27. കർത്താവ് കടാക്ഷിക്കുന്നത് ആരെ? ഉത്തരം: തന്നെ സ്നേഹിക്കുന്നവരെ. ചോദ്യം 28. കർത്താവ് എപ്രകാരമുള്ള സംരക്ഷണമാണ് നൽകുന്നത്? ഉത്തരം: ശക്തമായ. ചോദ്യം 29. കർത്താവ് നൽകുന്ന താങ്ങ് എപ്രകാരമുള്ളതാണ്? ഉത്തരം: ഉറപ്പുള്ളത്. ചോദ്യം 30. കർത്താവ് എന്തിൽ അഭയകേന്ദ്രമാണ്? ഉത്തരം: ചുടുകാറ്റിൽ. ചോദ്യം 31. കർത്താവ് എന്തിൽ തണലാണ്? ഉത്തരം: പൊരിവെയിലിൽ. ചോദ്യം 32. കർത്താവിന്റെ കടാക്ഷം എന്തെല്ലാമാണ് എന്നാണ് 19-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നത്? ഉത്തരം: ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും. ചോദ്യം 33. കർത്താവ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എപ്രകാരം? ഉത്തരം: ആത്മാവിനെ ഉത്തേജിപ്പിച്ച്. ചോദ്യം 34. കർത്താവ് എന്തെല്ലാം പ്രദാനം ചെയ്യുന്നു എന്നാണ് 20-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം:
സൗഖ്യവും ജീവനും അനുഗ്രഹവും. ചോദ്യം 35. എന്തിൽ നിന്നുള്ള ബലിയാണ് പങ്കിലം? ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള. ആണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം നിയമനിഷേധകന്റെ. ചോദ്യം 37. അത്യുന്നതൻ പ്രസാദിക്കുകയില്ലാത്തത് ആരുടെ ബലികളിൽ? ഉത്തരം ദൈവഭക്തിയില്ലാത്തവന്റെ. ചോദ്യം 38. ദൈവഭക്തിയില്ലാത്തവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് എന്തു ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ. ചോദ്യം 39. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ആരെ പോലെയാണെന്നാണ് പറയുന്നത്? ഉത്തരം പിതാവിന്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെ. ചോദ്യം 40. ആരുടെ ജീവനാണ് തനിക്ക് തന്നെ ആഹാരം നൽകുന്നത്? ഉത്തരം ദരിദ്രന്റെ. ചോദ്യം 41. ദരിദ്രന്റെ ജീവൻ അപഹരിക്കുന്നത് ആര്? ഉത്തരം കൊലപാതകി. ചോദ്യം 42. അയൽക്കാരനെ കൊല്ലുന്നവൻ ആര്? ഉത്തരം അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ. ചോദ്യം 43. ചോദ്യം 43. എന്താണ് രക്തച്ചൊരിച്ചിൽ? ഉത്തരം വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക. ചോദ്യം 44. ആര് പണിയുന്നു എന്നാണ് 28-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ഒരുവൻ. ചോദ്യം 45. ആര് നശിപ്പിക്കുന്നു എന്നാണ് 28-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം അപരൻ. ചോദ്യം 46. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. ഇതിനുശേഷം പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ചോദ്യം 47. ആര് പ്രാർത്ഥിക്കുന്നു എന്നാണ് 29-ാം വാക്യത്തിൽ പറയുന്നത്? ചോദ്യം 47. ആര് പ്രാർത്ഥിക്കുന്നു എന്നാണ് 29-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ഒരുവൻ. ചോദ്യം 48. ആര് ശപിക്കുന്നു എന്നാണ് 29-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം അപരൻ. ചോദ്യം 49. ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ഇതിനുശേഷം പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? ചോദ്യം 50. എന്തിനെ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ചോദിക്കുന്നത്? ഉത്തരം മൃതശരീരത്തിൽ. ചോദ്യം 51. എന്തിനെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം പാപങ്ങളെ പ്രതി. ചോദ്യം 52. എന്തുകൊണ്ട് അവൻ എന്ത് നേടി എന്നാണ് 34-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നത്? ഉത്തരം എളിമപ്പെടൽ കൊണ്ട്. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: സ്വപ്നത്തിലെ ദർശനം എന്തിന്റെ പ്രതിച്ഛായയാണ്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.